എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 7-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണർ വിജ്ഞാപനം ഇറക്കി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് UDF 102 സീറ്റിന്റെ ഭൂരിപക്ഷം നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണർ ആർലേക്കർ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്ന ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഇവരിൽ 3 പേരിൽ ഒരാളാണ് അടുത്ത മുഖ്യമന്ത്രിയായി വരുന്നത്. സ്ത്രീകൾക്ക് UDF വാഗ്ദാനം ചെയ്തിട്ടുള്ള സൗജന്യ ബസ് യാത്ര ഈ മാസം 15 മുതൽ ആരംഭിച്ചേക്കും എന്ന് സൂചന നൽകി KC വേണുഗോപാൽ. ഒരു പൈസയും ഇല്ലാതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, KSEBയിൽ ഇലക്ട്രിക് വർക്ക് ജോലികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരള PSC വഴിയാണ് നിയമനം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട്. 18 മുതൽ 40 വയസ്സിന് ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. SSLC പാസ്സായതിനോടൊപ്പം ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡുകൾക്ക് 2 വർഷത്തെ ITI ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും തൊട്ടടുത്തുള്ള അപേക്ഷാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3 ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറുകൾ തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് പുതിയ നിയമം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. നിലവിലെ ഗ്യാസ് സിലിണ്ടറുകൾ തിരിച്ചു നൽകാൻ നിങ്ങൾക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഓർക്കുക, പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണിത്. എന്താണ് പുതിയ നിയമം എന്ന് മനസ്സിലാക്കുക. ഒരു വീട്ടിൽ ഒരു ഗ്യാസ് കണക്ഷൻ എന്നതാണ് പുതിയ നയം. ഇതനുസരിച്ച് ഒരു വീട്ടിൽ ഒരേ സമയം LPG കണക്ഷനും PNG കണക്ഷനും കൈവശം വെക്കാൻ പാടില്ല. നിലവിൽ പൈപ്പ് ലൈൻ PNG ഉള്ളവർക്ക് തങ്ങളുടെ LPG സിലിണ്ടർ നിർബന്ധമായും തിരിച്ച് നൽകണമെന്നുള്ള അറിയിപ്പാണ് വരുന്നത്. PNG ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ പുതിയ സിലിണ്ടർ നൽകാനോ പഴയത് റീഫിൽ ചെയ്ത് നൽകാനോ പാടില്ല എന്നാണ് സർക്കാർ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. മുൻകൂട്ടി അറിയിക്കാതെ തന്നെ LPG കണക്ഷനുകൾ റദ്ദാക്കുകയോ പിഴ ഈടാക്കുകയോ റീഫില്ലിംഗ് സേവനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുകയോ ചെയ്യാം. നിലവിൽ ഏകദേശം 50,000-ഓളം ഉപഭോക്താക്കൾ തങ്ങളുടെ സിലിണ്ടറുകൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പേരിൽ ഇരട്ട കണക്ഷൻ ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം. ഔദ്യോഗികമായ പോർട്ടൽ ആയിട്ടുള്ള www.mypngd.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ മൊബൈൽ അല്ലെങ്കിൽ LPG ID എന്നതിൽ മൊബൈൽ നമ്പർ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും സ്ക്രീനിലേക്ക് വരുന്ന ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്യുക. ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈലിലേക്ക് വരുന്ന OTP നൽകി ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ നമ്പറിൽ നിലവിൽ എത്ര കണക്ഷൻ ഉണ്ടോ എന്ന് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. ഈ കാര്യം എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറുകൾക്ക് ഉടൻ വില കൂടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. 1-ാം തീയതി 993 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെയ് 6-ാം തീയതി സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചിരുന്നു. ഗാർഹിക സിലിണ്ടറുകളിൽ വിതരണക്കാർ വലിയ തട്ടിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ഗുണഭോക്താക്കളോട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെടുകയും വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ചാർജ് പൂർണ്ണമായും വാങ്ങുന്ന സ്ഥിതിയുണ്ട്. നിലവിൽ വീടുകളിൽ ഉപയോഗിക്കാൻ ആവശ്യത്തിലേറെ സിലിണ്ടറുകൾ ലഭ്യമാണ് എന്നിരിക്കെ അനാവശ്യമായ ഭീതി ഉണ്ടാക്കാൻ ക്ഷാമം കൃത്രിമമായി വിതരണക്കാർ ഉണ്ടാക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. വിതരണ ഏരിയകളിൽ ചെല്ലാതെ ചില ഏജൻസികളിലെ വിതരണക്കാർ മാത്രം ചില പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ വാഹന ചിലവും ഡെലിവറി ചെയ്യുന്ന ജോലിയും ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ അനധികൃതമായ ഡെലിവറി ചാർജും ഈടാക്കുന്നു. ഇതിനെതിരെ പരാതി ഉണ്ട് എങ്കിൽ അത് അറിയിക്കേണ്ടതാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഇനി കാത്തിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനാണ്. 2026 മെയ് മാസത്തിലാണ്
പുതിയ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണം നടക്കാൻ പോകുന്നത്. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ വർഷവും മസ്റ്ററിംഗ് എന്നത് ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും ഉണ്ടാകില്ല. വീടുകളിലെ ഭൗതികതല പരിശോധനകളിൽ ഇളവ് ലഭിക്കാനും സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ AC ഉൾപ്പെടെയുള്ള വസ്തുക്കളെ ആഡംബര വസ്തുക്കളിൽ നിന്നും ഒഴിവാക്കി പെൻഷൻ തള്ളുന്നത് തടയാനും സാധ്യതയുണ്ട്. എന്നാൽ പെൻഷൻ വിതരണം നിലവിലെ രീതി തുടരാനാണ് സാധ്യത. അതായത് ഇപ്പോൾ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി മുഖാന്തരം കടമെടുപ്പിലൂടെ എല്ലാ മാസവും 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലാണ് വിതരണം നടക്കുന്നത്. ഇലക്ഷനോടനുബന്ധിച്ച് LDF സർക്കാർ അവസാനമായി ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ 1 മാസത്തിലധികമായി പെൻഷൻ ആളുകൾക്ക് ലഭിച്ചിട്ട് ഇനിയും 10-15 ദിവസം പെൻഷന് കാത്തിരിക്കേണ്ടി വരും. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും അടുത്ത പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള തുക അനുവദിക്കുക. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് LDF സർക്കാർ മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ യഥാസമയത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എങ്കിലും ഫണ്ട് അനുവദിക്കേണ്ടത് ഇനി വരുന്ന സർക്കാരാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാകും. സാധാരണത്തെ പോലെ 25-ാം തീയതി തന്നെയായിരിക്കും ഈ മാസവും പെൻഷൻ ലഭിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. സർക്കാരിന്റെ ആദ്യ മാസമായതുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരിക്കലും മുടങ്ങില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. വരും മാസങ്ങളിലും 2000 രൂപ ലഭിക്കും. അടുത്ത ബജറ്റ് ഉടനെ ഉണ്ടാകും. അതായത് ഇടക്കാല ബജറ്റ് നടക്കും. അതിൽ 100 രൂപയുടെയെങ്കിലും പെൻഷൻ വർധനവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ലഭിക്കുന്നതാണ്. 52 ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വാങ്ങുന്ന ക്ഷേമ ബോർഡുകളിലെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള 10 ലക്ഷത്തോളം ആളുകൾക്കുമാണ് മെയ് മാസത്തെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക. 2000 രൂപ തന്നെയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 1600 തന്നെയായിരിക്കും ലഭിക്കുക. കുടിശ്ശികയുടെ കാര്യം സർക്കാരിന്റെ പുതിയ നയപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പുതിയ തൊഴിൽ വകുപ്പിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും കുടിശ്ശിക ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഈ സർക്കാരിന്റെ ആദ്യ പെൻഷൻ വിതരണം 20-ാം തീയതിക്ക് ശേഷം ഏത് ദിവസങ്ങളിൽ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം. കോൺഗ്രസ് മറ്റു പാർട്ടികളെ പോലെയല്ല, കോൺഗ്രസിൻ്റെതാകുമ്പോൾ കുറച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലുള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട്. ഇതിൽ ഒരാളെ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മറ്റു മന്ത്രിമാർ അധികാരമേൽക്കണം. ഇതിൽ ധനമന്ത്രിയാണ് ധനവകുപ്പിന്റെ ഫണ്ടുകൾ അനുവദിക്കേണ്ടത്. അപ്പൊ ആരായിരിക്കും പുതിയ ധനമന്ത്രി എന്നൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 20-ാം തീയതിക്ക് ശേഷം നമുക്ക് പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 25-ാം തീയതിയോട് കൂടി വലിയ താമസമില്ലാതെ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതുമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ